ശശി തരൂരിനെ സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവലിലേക്ക് ക്ഷണിച്ച് ഡിവൈഎഫ്ഐ നേതാക്കൾ നേരിട്ടെത്തി ക്ഷണിക്കുന്ന ഫോട്ടോ പുറത്തുവിട്ടു. ഉദ്യമത്തെ തരൂർ അഭിനന്ദിച്ചെന്ന് എ റഹീം. ഡിവൈഎഫ്ഐയുടെ ദുഷ്ടലാക്ക് തരൂർ മനസ്സിലാക്കണമെന്ന് യൂത്ത് കോൺഗ്രസ്. കാട്ടാന വീണ്ടും ജീവനെടുത്തു. പീച്ചിയിൽ വനവിഭവം ശേഖരിക്കാൻ പോയയാൾ കൊല്ലപ്പെട്ടു. മരിച്ചത് താമര വെള്ളച്ചാലിൽ സ്വദേശി പ്രഭാകരൻ. അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ ആനയെ മയക്കുവെടി വെച്ച് കോടനാട്ടേക്ക് മാറ്റി. ആനയ്ക്ക് ചികിത്സ തുടങ്ങി. മയക്കുവെടിയേറ്റ കൊമ്പനെ താങ്ങി നിർത്തി സഹജീവി സ്നേഹത്തിന്റെ തലയെടുപ്പോടെ ഏഴാറ്റുമുഖം ഗണപതി. അമ്പലത്തിന്റെ പറമ്പിൽ നിൽക്കണമെന്ന് പറഞ്ഞ വൈകുന്നേരം വരെ ആ സമയം വരെ. എന്നിട്ട് റിട്ടേൺ പോകുന്ന സമയത്താണ് ഞാൻ കണ്ടത്. എന്നിട്ട് പുള്ളിക്കാരത്തി അപ്പം കരയാൻ തുടങ്ങി, ആള് വിതുമ്പാൻ തുടങ്ങി. അവർ പേടിക്കുന്നുണ്ട്, മോളെ ചേട്ടനുണ്ടെന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ച് നമുക്കിതൊക്കെ എന്തെങ്കിലും പറഞ്ഞ് തീർക്കുക, വിഷയങ്ങളൊന്നുമില്ല, ധൈര്യമായിട്ടിരിക്കുന്നതൊക്കെ പറഞ്ഞ് ആളെ കൂളാക്കി അവിടെ കുറേ നേരം ഹോൾഡ് ചെയ്ത് പിടിച്ച്. എന്നിട്ട് ഞാൻ മുളവാട് സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്ത് വിളിച്ച് പറഞ്ഞ് കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്ത്. കൊച്ചിയിൽ കാണാതായ 12 വയസ്സുകാരിയെ കണ്ടെത്തിയത് ഞാറയ്ക്കൽ സ്വദേശി ജോർജിന്റെ സമയോചിത ഇടപെടൽ. രാത്രി സൈക്കിളിൽ പോകുന്ന കുട്ടിയെ കണ്ട് ജോർജ് പോലീസിനെ അറിയിച്ചു. കുട്ടി സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് പോകാതിരുന്നത് രക്ഷിതാക്കളെ വിളിച്ചുകൊണ്ടുവരാൻ പറഞ്ഞതിനാൽ. ആശാ വർക്കർമാരുടെ സമരത്തിന് നേരെ കണ്ണടച്ച് സർക്കാർ. സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം 10ാം ദിവസത്തിൽ. നാളെ സംസ്ഥാനത്തെ മുഴുവൻ ആശാ വർക്കർമാരും തലസ്ഥാനത്തെത്തും. 2 മാസത്തെ കുടിശ്ശിക നൽകാമെന്ന് സർക്കാർ. സംസ്ഥാനത്ത് പുതിയ മദ്യനയം വൈകും. ഇന്നത്തെ മന്ത്രിസഭാ യോഗം പരിഗണിക്കാതെ മാറ്റിവെച്ചു. ഡ്രൈ ഡേ ഒഴിവാക്കുന്നതിലും കള്ള് ഷാപ്പുകളുടെ ദൂരപരിധിയിലും വ്യക്തതയായില്ല. അനധികൃത കുടിയേറ്റക്കാരെ ചങ്ങലയിട്ട് നാട് കടത്തുന്ന ചിത്രങ്ങൾ പങ്കുവെച്ച് വൈറ്റ് ഹൌസ്. കയ്യിൽ വിലങ്ങും കാലിൽ ചങ്ങലയുമായി വിമാനത്തിലേക്ക് കൊണ്ടുപോകുന്നു. വരും ദിവസങ്ങളിലും നാടുകടത്തൽ തുടരുമെന്ന് അമേരിക്ക. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ നിർണായക 1ാം ഇന്നിംഗ്സ് ലീഡിനായി കേരളം. കേരളത്തിന്റെ 457 റൺസിനെതിരെ ഗുജറാത്തിന് മികച്ച തുടക്കം. ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിന് അല്പസമയത്തിനകം പാകിസ്ഥാൻ ന്യൂസിലാൻഡ് മത്സരത്തോടെ തുടക്കമാകും. ഡിവൈഎഫ്ഐ സംഘടിപ്പിക്കുന്ന സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവലിന്റെ പോസ്റ്റർ ഏറ്റുവാങ്ങി ശശി തരൂർ. പരിപാടിയിൽ പങ്കെടുക്കാനുള്ള ക്ഷണം തരൂർ നിരസിച്ചെങ്കിലും പരിപാടിക്ക് ആശംസകൾ നേർന്നെന്ന് ഡിവൈഎഫ്ഐ നേതൃത്വം അവകാശപ്പെടുന്നു. അതേസമയം പുതിയ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലുള്ള ഡിവൈഎഫ്ഐയുടെ നീക്കത്തെ തന്ത്രപരമായിട്ടാണ് കോൺഗ്രസ് നേരിടുക. കോൺഗ്രസിൽ തരൂറുണ്ടാക്കിയ ആശയക്കുഴപ്പത്തെ പരമാവധി മുതലെടുക്കുകയാണ് ഡിവൈഎഫ്ഐയുടെ തന്ത്രം. മാവോസോ എന്ന് പേരിട്ടിരിക്കുന്ന സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവലിലേക്ക് തരൂരിന് ക്ഷണം. ഡൽഹിയിലെ വസതിയിൽ നേരിട്ടെത്തിയാണ് ഡിവൈഎഫ്ഐ നേതാക്കൾ ക്ഷണിച്ചത്. പോസ്റ്റർ ഏറ്റുവാങ്ങിയ തരൂർ ഡിവൈഎഫ്ഐ നേതാക്കൾക്കൊപ്പം ഫോട്ടോ എടുക്കാനും നിന്നുകൊടുത്തു. പരിപാടിയിൽ പങ്കെടുക്കാൻ അസൗകര്യമറിയിച്ച തരൂർ ഫെസ്റ്റിവലിന് ആശംസകൾ നേർന്നെന്ന് ഡിവൈഎഫ്ഐ നേതൃത്വം. അദ്ദേഹം വളരെ പോസിറ്റീവായിട്ടാണ് പ്രതികരിച്ചത്. വികസനത്തെ ഞാൻ രാഷ്ട്രീയം നോക്കാറില്ലെന്ന് അദ്ദേഹം പറയുണ്ടായി. പിന്നെ അദ്ദേഹത്തിന് അന്ന് നേരത്തെ ഏറ്റുപോയ 1-2 പരിപാടികളുണ്ട്. അപ്പൊ അതിന് പോണ്ടി വരും എന്നാണ് അദ്ദേഹം ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്. ഞങ്ങളെ പരിപാടിയോട് ഒരു മുഖം തിരിച്ചിരുന്ന സമീപനമല്ല ഞങ്ങളോട് കാണിച്ചത്. ഞങ്ങള് ഇപ്പം ഇവിടെ കണ്ടിട്ട് ഒരു 10 മിനിറ്റ് അതിനേ ഉള്ളൂ. സംസ്ഥാന സർക്കാരിനെ പുകഴ്ത്തിയ ലേഖനത്തിന് പിന്നാലെ ഡിവൈഎഫ്ഐ നേതാക്കൾക്കൊപ്പമുള്ള ചിത്രവും പുറത്തുവന്നു. സ്വാഭാവികമായും കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ വലിയ ആശയക്കുഴപ്പമുണ്ടാവണം. പക്ഷേ തന്ത്രപരമായി നീങ്ങാനാണ് കോൺഗ്രസിലെ ധാരണ. ഇതിനകത്ത് ഈ ഒരു പരിപാടിക്ക് ക്ഷണിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ സംഭവമായിട്ടൊന്നും ഞങ്ങളാരും കാണുന്നില്ല. പക്ഷെ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു ദുഷ്ടലാക്കോടുകൂടി ഒരു പരിപാടിക്ക് ക്ഷണിക്കുന്നതാണ് ഡിവൈഎഫ്ഐ ചെയ്തത്. അത് തരൂർ കൃത്യമായി തിരിച്ചറിയുകയും അതിന് വരുന്നില്ല എന്ന് പറയുകയും ചെയ്തു. ഒരു സ്റ്റാർട്ടപ്പ് പരിപാടി നടത്തുമ്പോൾ കോൺഗ്രസ് നേതാക്കന്മാരെ അല്ലാതെ ആരെയെ വിളിച്ചുകൊണ്ടു ഇരുത്തുക? ഇപ്പൊ ഡിവൈഎഫ്ഐ നടത്തുമ്പോൾ ഇപ്പൊ രാജീവിനെ കൊണ്ടുവന്ന് ഇരുത്താൻ പറ്റുമോ?
രാജീവ് കേരളത്തിന്റെ വ്യവസായ ഉപമന്ത്രിയാണെങ്കിലും ഇപ്പൊ മെട്രോയ്ക്കെതിരായിട്ട് അദ്ദേഹം നടത്തിയ സമരങ്ങൾ, അതടക്കമുള്ള സമരങ്ങൾ നടത്തിയ രാജീവിനെ അവിടെ കൊണ്ടുവന്നിരുത്താൻ പറ്റുമോ? എന്റെ നെഞ്ചിലൂടെ വിമാനം പറന്നിറങ്ങൂ എന്ന് പറഞ്ഞ എസ് ശർമ്മയെ കൊണ്ടുവന്നിരുത്താൻ പറ്റുമോ? ഇന്നലെ ഡൽഹിയിൽ തരൂർ നടത്തിയ ചർച്ചകൾക്ക് പിന്നാലെ വിവാദത്തെ കരുതലോടെ നേരിടാനാണ് കോൺഗ്രസ് നേതൃത്വത്തിൽ ഉണ്ടാക്കിയ ധാരണ. തരൂരിനെതിരെ പരാമർശങ്ങൾ നടത്തുന്നതിന് പകരം സർക്കാരിന്റെ കണക്കുകളെ ചോദ്യം ചെയ്യും. തരൂർ വിവാദം കൂടുതൽ നഷ്ടമുണ്ടാക്കാതിരിക്കാനുള്ള രാഷ്ട്രീയ ജാഗ്രത കാട്ടാനാണ് കോൺഗ്രസിന്റെ ശ്രമം. ന്യൂസ് 18 തിരുവനന്തപുരം. രാഹുലും സോണിയയുമായി ഏറെ നാളായി നിലനിന്നിരുന്ന അകൽച്ചയുടെ മഞ്ഞുരുകിയ ആത്മവിശ്വാസത്തിലാണ് ശശി തരൂർ. കൂടിക്കാഴ്ച ശുഭസൂചകമായിരുന്നുവെന്നും അഭിപ്രായ സമന്വയത്തിന് വഴി തുറന്നെന്നുമുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. അതേസമയം നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഇരു നേതാക്കളും തമ്മിൽ നടന്ന നിർണായക കൂടിക്കാഴ്ചയെക്കുറിച്ച് തരൂരിനെതിരെ വിമർശനവുമായി രംഗത്തെത്തിയ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ മൗനം തുടരുകയാണ്. ലേഖന വിവാദം ആയുധമാക്കി ശശി തരൂരിനെ രാഷ്ട്രീയമായി പ്രഹരിക്കാൻ നീക്കം നടത്തിയ സംസ്ഥാനത്തെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്ക് അപ്രതീക്ഷിത തിരിച്ചടിയായി മാറി രാഹുൽ ഗാന്ധിയുമായി തരൂർ നടത്തിയ കൂടിക്കാഴ്ച. സോണിയാഗാന്ധിയുടെ ഔദ്യോഗിക വസതി എന്നതിനപ്പുറം കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ നിർണായക ചർച്ചകൾ നടക്കുന്ന 10 ജൻപതിൽ ശശി തരൂർ എത്തുമ്പോൾ രാഹുലിനെ കത്ത് നിരവധി നേതാക്കൾ വസതിയിലുണ്ടായിരുന്നു. തരൂർ എത്തിയതിന് പിന്നാലെ കാത്തുനിന്ന മുഴുവൻ നേതാക്കളെയും പുറത്തു നിർത്തി അടച്ചിട്ട മുറിയിലായിരുന്നു 1 മണിക്കൂറിലേറെ നീണ്ട കൂടിക്കാഴ്ച. കോൺഗ്രസ് ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന് പിന്നാലെ ഏറെ ആത്മബന്ധമുണ്ടായിരുന്ന ഗാന്ധി കുടുംബവുമായുള്ള ബന്ധം വഷളായതിന്റെ പശ്ചാത്തലം തരൂർ വിശദീകരിച്ചതായാണ് സൂചന. തരൂരിന് ദേശീയ സംസ്ഥാന നേതൃത്വങ്ങളുമായി നിലനിൽക്കുന്ന അഭിപ്രായ ഭിന്നതകളും ചർച്ചയിൽ ഇടം പിടിച്ചതായാണ് വിവരം. തരൂരിന്റെ പരിഭവങ്ങൾ അനുഭാവപൂർവ്വം കേട്ട രാഹുൽ ഗാന്ധി പ്രശ്നപരിഹാരത്തിനുള്ള ഇടപെടൽ വൈകാതെ തന്നെ നടത്തിയേക്കും. പാർട്ടിയിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ മാധ്യമങ്ങളിൽ പരസ്യ ചർച്ചയാകുന്നതിൽ രാഹുൽ ഗാന്ധിക്കും കടുത്ത അതൃപ്തിയുണ്ടെന്നാണ് വിവരം. ഈ സാഹചര്യത്തിലാണ് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങൾക്ക് മുഖം കൊടുക്കാതെ 10 ജൻപതിൽ നിന്ന് ശശി തരൂർ മടങ്ങിയതും. ഡാൻ കുര്യൻ, ന്യൂസ് 18 തിരുവനന്തപുരം. ശശി തരൂരിന്റെ ലേഖന വിവാദം അടഞ്ഞ അധ്യായമാണെന്ന് കെ മുരളീധരൻ. ലേഖനം പാർട്ടി തള്ളിക്കളഞ്ഞതാണെന്നും പരസ്യമായ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാകരുതെന്നും മുരളീധരൻ പറഞ്ഞു. തരൂർ വിവാദത്തിൽ മുസ്ലിം ലീഗിന് അതൃപ്തി. കോൺഗ്രസ് നേതാക്കൾ തമ്മിലുള്ള ഭിന്നത മുന്നണിയെ ബാധിക്കുമെന്നാണ് ലീഗിന്റെ വിലയിരുത്തൽ. പ്രശ്നപരിഹാരത്തിന് ശ്രമങ്ങൾ ഉണ്ടാകുന്നില്ലെന്ന വികാരമാണ് മുസ്ലിം ലീഗിനുള്ളത്. ലീഗ് സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ഈ വിഷയം ചർച്ചയാകും. വ്യക്തിപരമായ വിഷയങ്ങൾ പറയുന്നില്ലെന്നായിരുന്നു ശശി തരൂരിന്റെ നിലപാടിനെ പറ്റിയുള്ള ചോദ്യത്തിന് ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാമിന്റെ മറുപടി. അല്ല, UDF സംവിധാനം വളരെ ശക്തമായി പോകണം എന്ന് തന്നെയാണ് എല്ലാ കാലത്തും പാർട്ടി ആഗ്രഹിച്ചിട്ടുള്ളത്. അതുതന്നെയാണ് ഇപ്പോഴും ലീഗിന്റെ അഭിപ്രായം. അതിരപ്പിള്ളിയിൽ നിന്ന് മയക്കുവെടിവെച്ച് പിടികൂടി കോടനാട് അഭയാരണ്യത്തിൽ എത്തിച്ച കാട്ടാനയുടെ ചികിത്സ തുടങ്ങി. പ്രത്യേകം സജ്ജമാക്കിയ കൊട്ടിലിലേക്ക് മാറ്റിയ ശേഷമാണ് ചികിത്സ തുടങ്ങിയത്. മസ്തകത്തിലെ മുറിവ് 1 അടിയോളം ആഴമുള്ളതാണെന്നും 1.5 മാസം തുടർച്ചയായി ചികിത്സിക്കേണ്ടി വരുമെന്നും ഡോക്ടർ അരുൺ സഖറിയ പറഞ്ഞു. അല്പസമയത്തിന് മുൻപാണ് കോടനാട് അഭയാരണ്യത്തിലേക്ക് ആനയെ എത്തിച്ചത്. ഇന്ന് വലിയൊരു ദൗത്യമാണ് അതിരപ്പിള്ളിയിൽ നടന്നത്. കാട്ടാനയെ മയക്കുവെടി വെച്ച് പിടികൂടുകയായിരുന്നു. അതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. അരുൺ സഖറിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇത്തരമൊരു ദൗത്യം നടത്തിയത്. ചികിത്സിക്കാൻ ഏറെ സമയം വേണ്ടിവരും എന്നാണ് ദൗത്യസംഘം പറയുന്നത്. അതുകൂടി പൂർത്തിയായാലേ ദൗത്യം പൂർത്തിയായതായി പറയാൻ കഴിയുകയുള്ളൂ എന്നാണ് അരുൺ സഖറിയ പറഞ്ഞത്. കോടനാട്ട് എത്തിച്ച ആനയുടെ ചികിത്സയടക്കമുള്ള കാര്യങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. ആനയെ കുളിപ്പിക്കുന്നു. അതിന് സ്ഥിരമായതിന് വെള്ളമൊഴിച്ച് അതിന്റെ മുറിവും മറ്റും നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നതാണ്. നേരത്തെ ഡോക്ടർ അരുൺ സഖറി അടക്കം പറഞ്ഞതുപോലെ 1 അടിയോളം ആഴത്തിലേക്ക് അതിന്റെ ആ മുറിവ് വന്നിട്ടുണ്ട്. അതിനുവേണ്ടിയുള്ള ആ ചികിത്സാ നടപടികളടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ ആരംഭിച്ചിരിക്കുന്നു. ഏതാണ്ട് 1.5 മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു ചികിത്സ അതിന് നൽകേണ്ടി വരുമെന്നാണ് ഡോക്ടർ അരുൺ സഖറിയ പറഞ്ഞത്. മുറിവ് ആഴത്തിലുള്ള വലിയൊരു മുറിവാണ്. അതിന്റെ പഴുപ്പുണ്ട്, അതിന്റെ സെപ്റ്റിസീമിയ എന്ന കണ്ടീഷനുണ്ട് ആനയ്ക്കുണ്ട്. അപ്പോൾ ഇത് ചെയ്യാനുള്ള മരുന്നൊക്കെ കൊടുത്തു. ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഒരു 1.5 മാസം കണ്ടിന്യൂസ് ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ടി വരും. അതിനുള്ള ചികിത്സ അടക്കമുള്ള നടപടികളും കാര്യങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ടിയുള്ള ഒരു പ്രത്യേക സംഘത്തെ രൂപീകരിച്ചതായിട്ട് പറയുന്നു.
1.5 മാസവും കൃത്യമായൊരു മോണിറ്ററിംഗ് ഇതിൻ്റെ കാര്യത്തിലുണ്ടാകും. ആരോഗ്യാവസ്ഥ സംബന്ധിയായ കാര്യങ്ങളിൽ ഉണ്ടാകും. ആനയുടെ മയക്കം വിട്ട് തുടങ്ങുന്നു എന്ന് പറയുകയുണ്ടായി. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം ശുഭസൂചകമായാണ് ഈ ചികിത്സാ സംഘം കണക്കാക്കുന്നത്. കാരണം അത് മരുന്നുകളോടും കാര്യങ്ങളോടുമെല്ലാം കൃത്യമായി പ്രതികരിക്കാൻ കഴിയുന്നൊരവസ്ഥയിലേക്ക് വൈകാതെ എത്തിച്ചേരുമെന്ന് തന്നെയാണ് ഡോക്ടർമാരുടെ സംഘവും പറയുന്നത്. ചികിത്സിക്കണം എന്നുള്ളത് വെച്ചിട്ടാണല്ലോ നമ്മൾ ആനയെ പിടിച്ചത്. അപ്പോൾ അത് ചികിത്സ എത്രത്തോളം പോകുമെന്നൊന്നും നമുക്കറിയാൻ വയ്യ. പക്ഷെ അത് തുടരുന്നതിനനുസരിച്ചിട്ട് പിന്നെ ഡിപ്പാർട്ട്മെന്റ് തീരുമാനിക്കും. അത്യന്തം ദുഷ്കരമായ ഒരു ദൗത്യമാണ് വനം വകുപ്പ് അടക്കം ചേർന്ന് പൂർത്തീകരിക്കുന്നത്. ഇന്ന് രാവിലെ ഈ ദൗത്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ ആശങ്കകൾ നിരവധിയായിരുന്നു. പ്രത്യേകിച്ച് മയക്കുപിടിയേറ്റ കൊമ്പന് സമീപം മറ്റൊരു കൊമ്പൻ കൂടി നിലയുറപ്പിച്ചതെല്ലാം തന്നെ ആശങ്കയ്ക്ക് ഇട നൽകിയിരുന്നു. എന്നാൽ അതിനെല്ലാം മറികടന്നുകൊണ്ട് കൃത്യമായ പ്ലാനിങ്ങോടുകൂടി വനം വകുപ്പിന് ഈ ദൗത്യം പൂർത്തിയാക്കാൻ കഴിഞ്ഞുവെന്നതാണ് ഏറ്റവും ആശ്വാസകരം. കോടനാട് നിന്ന് ക്യാമറമാൻ കെ.പി. ധനേഷിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18. 4 മണിക്കൂർ നീണ്ട ശ്രമകരമായ ദൗത്യത്തിനൊടുവിലാണ് മസ്തകത്തിൽ പരുക്കേറ്റ കാട്ടാനയ്ക്ക് ചികിത്സ ഉറപ്പാക്കാനുള്ള ദൗത്യത്തിന്റെ ആദ്യഘട്ടം പൂർത്തിയായത്. പ്രാഥമിക ചികിത്സ നൽകിയ ശേഷമാണ് ആനയെ അനിമൽ ആംബുലൻസിൽ കോടനാട്ടേക്ക് കൊണ്ടുപോയത്. രാവിലെ 5:30ഓടെയാണ് ഡോക്ടർ അരുൺ സക്രിയയുടെ നേതൃത്വത്തിലുള്ള ദൗത്യസംഘം വനത്തിൽ പ്രവേശിച്ചത്. 4 ഡോക്ടർമാരും വനപാലകരുമടക്കം 120 പേരടങ്ങുന്ന സംഘം. വനത്തിൽ പ്രവേശിച്ച ദൗത്യസംഘം ആദ്യം കണ്ടത് പുഴ മുറിച്ചു കിടക്കുന്ന മറ്റൊരു ആനക്കൂട്ടത്തെ. 6:30ഓടെ മസ്തകത്തിൽ പരിക്കേറ്റ ആനയെ ലൊക്കേറ്റ് ചെയ്തു. ഏഴാറ്റുമുഖം ഗണപതി എന്ന മറ്റൊരു കാട്ടുകൊമ്പനൊപ്പമായിരുന്നു സഞ്ചാരം. ഏഴ് 13 ആനയെ മയക്കുവെടി വെച്ചു. ഒരു റൗണ്ട് മയക്കുവെടി അതിന് നൽകിയിട്ടുണ്ട് എന്ന് അറിയാനായിട്ട് സാധിക്കുന്നു. ഇപ്പോൾ ആന അവിടെ നിൽക്കുകയാണ്. മറ്റാനയും അതിന് കൂടെയുണ്ട്. അപ്പോഴും മുറിവേറ്റ കൊമ്പന്റെ സമീപത്തു നിന്ന് മാറാതെ ഏഴാറ്റുമുഖം ഗണപതി ചേർത്തു പിടിച്ചു. ഏഴ് 27 ആന മയങ്ങി വീണു. സമീപത്തു നിന്നും മാറാതെ നിന്ന ഗണപതിയെ തുരത്താൻ ആകാശത്തേക്ക് വനപാലകർ റബ്ബർ ബുള്ളറ്റ് പ്രയോഗിച്ചു. ശബ്ദം കേട്ട് ഭയന്ന ഗണപതി കാട്ടിലേക്ക്. ഏഴ് 30 ദൗത്യസംഘം മയങ്ങി വീണ കൊമ്പനരികിൽ. പിന്നാലെ സുരേന്ദ്രൻ, വിക്രം, കുഞ്ചു എന്നീ കുങ്കിയാനകളും. പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം 3 കുങ്കിയാനകളെയും ഉപയോഗിച്ച് കാട്ടാനയെ ഉയർത്താൻ ശ്രമം തുടങ്ങി. മയക്കത്തിനിടയിലും ലോറിയിൽ കയറ്റുന്നത് പ്രതിരോധിക്കാൻ ശ്രമിച്ചു കാട്ടാന. 9:05 കാട്ടാന അനിമൽ ആംബുലൻസിൽ. ഒൻപത് 26 ആനയുമായി അനിമൽ ആംബുലൻസ് കോടനാട്ടേക്ക്. കെ.പി. ധനേഷിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18. മുറിവേറ്റ ആനയുടെ ജീവൻ രക്ഷിക്കാനുള്ള ദൗത്യത്തിനിടെ സൗഹൃദത്തിന്റെ അപൂർവ നിമിഷങ്ങൾക്കും അതിരപ്പള്ളി സാക്ഷിയാവുകയായിരുന്നു. മയക്കുവെടിയേറ്റ കൊമ്പനെ തുമ്പിക്കൈ കൊണ്ട് ചുറ്റിപ്പിടിച്ച് ചേർത്ത് നിർത്തി ഏഴാറ്റുമുഖം ഗണപതി. ആ മയക്കുവെടി ശിക്ഷിക്കാനാണോ രക്ഷിക്കാനാണോ എന്ന് കാട്ടുകൊമ്പന്മാർക്കറിയില്ലല്ലോ. എന്തോ അപകടം പറ്റിയിട്ടുണ്ട്. ഒന്നും പേടിക്കണ്ട, കൂടെയുണ്ട്. ഈ നിമിഷങ്ങൾ മനുഷ്യഭാഷയിലേക്ക് തർജ്ജമ ചെയ്താൽ ഒരുപക്ഷെ ഇങ്ങനെയായിരിക്കും.
മുറിവേറ്റ ആന ഇന്ന് വനം വകുപ്പിന്റെ ദൗത്യസംഘത്തിന്റെയും മാധ്യമങ്ങളുടെയും ദൃശ്യപരിധിയിലേക്ക് വന്നപ്പോൾ മുതൽ നാട്ടുകാർ ഏഴാറ്റുമുഖം ഗണപതി എന്ന് വിളിക്കുന്ന കാട്ടാനയും കൂടെയുണ്ടായിരുന്നു. സുരക്ഷ ഉറപ്പാക്കാൻ എന്ന പോലെ പെട്ടെന്നാണ് മയക്കുവെടിയേറ്റത്. ആദ്യം മസ്തകം ചേർത്ത് വെച്ച് കൂടെ നിന്നു, പിന്നെ തുമ്പിക്കൈ കൊണ്ട് ചുറ്റിപ്പിടിച്ചു. താഴെ വീഴാതിരിക്കാൻ ചേർത്ത് നിർത്തിയെങ്കിലും വെടിയേറ്റ ആന പതിയെ കുഴഞ്ഞു വീണു. വെടിയൊച്ചയും വലിയ ശബ്ദവും ഉണ്ടാക്കി കാട്ടിലേക്ക് തിരികെ ഓടിക്കുന്നതുവരെ കൂട്ടുകാരന് കാവൽ നിന്നു ഗണപതി. മനുഷ്യനേക്കാൾ ശക്തമായ ബന്ധങ്ങൾ സൂക്ഷിക്കുന്ന സാമൂഹ്യ ജീവിയാണ് ആനയെന്ന് പലപ്പോഴും പറയാറുണ്ട്. അത് നമ്മൾ മനുഷ്യർക്ക് മുന്നിൽ അപൂർവമായേ പ്രകടമാക്കാറുള്ളൂ. ജൈവബന്ധത്തിന്റെ അത്തരമൊരു അസാധാരണ നിമിഷമാണ് ഇന്ന് നമ്മൾ കണ്ടത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. തൃശൂർ താമരവെള്ളച്ചാലിൽ 60കാരനെ കാട്ടാന ചവിട്ടിക്കൊന്നു. ആദിവാസിയായ പ്രഭാകരനാണ് കൊല്ലപ്പെട്ടത്. വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോകുന്നതിനിടെയാണ് പ്രഭാകരൻ കാട്ടാനയുടെ മുന്നിൽപ്പെട്ടത്. തൃശൂർ താമരവെള്ളച്ചാലിൽ പീച്ചി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 4 കിലോമീറ്റർ ഉൾവനത്തിൽ കരടിപ്പാറ തോണിക്കലിലാണ് സംഭവം. പാണഞ്ചേരി 14-ാം വാർഡിലെ താമരവെള്ളച്ചാൽ സങ്കേതത്തിലെ മലയൻ വീട്ടിൽ പ്രഭാകരനാണ് കൊല്ലപ്പെട്ടത്. പുന്നക്കായ പെറുക്കാൻ വനത്തിൽ പോയതാണ് പ്രഭാകരനും മരുമകൻ സുരേന്ദ്രനും. സുരേന്ദ്രനാണ് ആദ്യം കാട്ടാനക്ക് മുന്നിൽപ്പെട്ടത്. സുരേന്ദ്രൻ ഓടിമാറി. പക്ഷേ പ്രഭാകരനെ കാട്ടാന ആക്രമിക്കുകയായിരുന്നു. കാട്ടാനയുടെ അടിയേറ്റ് വീണ പ്രഭാകരനെ ചവിട്ടി കൊലപ്പെടുത്തി. സ്ഥിരമായി കാട്ടാന ഇറങ്ങുന്ന പ്രദേശമാണിത്. താമരവെള്ളച്ചാലിൽ കാട്ടാന കിണറ്റിൽ വീണ സംഭവം നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. പീച്ചി ഡാമിന്റെ റിസർവോയറിനോട് ചേർന്ന പ്രദേശം കൂടിയാണിത്. മീൻ പിടിച്ചും വനവിഭവങ്ങൾ ശേഖരിച്ചുമാണ് താമരവെള്ളച്ചാലിൽ ആദിവാസികളുടെ ഉപജീവനം. സംസ്ഥാനത്ത് 2 മാസത്തിനിടെ കാട്ടാനയുടെ ആക്രമണത്തിൽ 12 പേരാണ് കൊല്ലപ്പെട്ടത്. ന്യൂസ് 18 തൃശൂർ. വേനൽ കടുത്തതോടെ സംസ്ഥാനത്ത് വന്യമൃഗശല്യം രൂക്ഷമാവുകയാണ്. മലയോര മേഖലയിൽ മാത്രമല്ല മറ്റ് സ്ഥലങ്ങളിലും കാട്ടുപന്നികൾ വ്യാപക നാശമാണ് ഉണ്ടാക്കുന്നത്. കോഴിക്കോട് നരിക്കുനിയിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ നിന്ന് യുവാവ് രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. വീട്ടിന്റെ വരാന്തയിലിരുന്ന് പത്രം വായിക്കുകയായിരുന്ന പാലങ്ങാട് സ്വദേശി സലീമിന് നേരെയാണ് കാട്ടുപന്നി പാഞ്ഞെടുത്തത്. ഇത് കണ്ട സലീം പെട്ടെന്ന് വീടിനുള്ളിലേക്ക് കയറിയതിനാൽ അപകടം ഒഴിവായി. ആലപ്പുഴ മാന്നാറിൽ കാട്ടുപന്നി കുറുകെ ചാടി സൈക്കിൾ യാത്രികർക്കാണ് പരുക്കുപറ്റിയത്. കുട്ടമ്പേരൂർ സ്വദേശി രാജേഷ്, മകൻ അജയകൃഷ്ണൻ എന്നിവർക്കാണ് പരുക്ക്. ഇന്നലെ വൈകിട്ടാണ് സംഭവം. പരുക്കേറ്റവരെ മാവേലിക്കര ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഹരിപ്പാട് വീയപുരത്തും കാട്ടുപന്നി ശല്യമുണ്ട്. കഴിഞ്ഞ ദിവസം കായംകുളത്തും കാട്ടുപന്നി കൃഷിയിടത്തിലെത്തിയിരുന്നു. പാലക്കാട് കാഞ്ഞിരപ്പുഴയിൽ കാട്ടുപന്നി ആക്രമണത്തിൽ UKG വിദ്യാർത്ഥിനിക്കും അമ്മയ്ക്കും കഴിഞ്ഞ ദിവസം പരിക്കേറ്റിരുന്നു. മുതുക്കുരിശി കനാൽ നീന്തിക്കടന്നെത്തിയ പന്നി ഇരുവരെയും ആക്രമിക്കുകയായിരുന്നു. വേനൽ കടുക്കുന്നതോടെ നാട്ടിലെ വന്യമൃഗശല്യം രൂക്ഷമാകുമെന്നാണ് ആശങ്ക. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. സംസ്ഥാനത്ത് പുതിയ മദ്യനയം പ്രഖ്യാപിക്കുന്നത് വൈകും. ടൂറിസം മേഖലയിലെ ഇളവുകളും കള്ളുഷാപ്പുകളുടെ ദൂരപരിധിയും വ്യവസ്ഥകളിൽ മന്ത്രിമാർ സംശയം പ്രകടിപ്പിച്ചതിനെ തുടർന്ന് മദ്യനയം പരിഗണിക്കുന്നത് മന്ത്രിസഭാ യോഗം മാറ്റിവെക്കുകയായിരുന്നു. ടൂറിസം മേഖലയ്ക്ക് അനുകൂലമായ നിലയിൽ കൂടുതൽ മാറ്റങ്ങൾ വേണമെന്ന് P. രാജീവും മുഹമ്മദ് റിയാസും മന്ത്രിസഭാ യോഗത്തിൽ ആവശ്യപ്പെട്ടു. കള്ളുഷാപ്പുകളുടെ ദൂരപരിധിയിലായിരുന്നു റവന്യൂ മന്ത്രി K. രാജന്റെ ആശങ്ക. മന്ത്രിമാർ ആശങ്ക ഉന്നയിച്ചതോടെയാണ് അങ്ങനെയെങ്കിൽ മദ്യനയത്തിൽ കൂടുതൽ ചർച്ചകൾ ആകട്ടെ എന്ന നിലപാട് മുഖ്യമന്ത്രി സ്വീകരിച്ചത്. ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിമാരുമായി ചർച്ച ചെയ്ത ശേഷം ഭേദഗതികളോടെ നയം വീണ്ടും പരിഗണിക്കാമെന്ന് മുഖ്യമന്ത്രി എക്സൈസ് മന്ത്രിയെ അറിയിക്കുകയായിരുന്നു. ടൂറിസം മേഖലകളിലെ ഹോട്ടലുകളിൽ സീസണിൽ പ്രത്യേക ലൈസൻസിലൂടെ ബിയറും വൈനും വിതരണം ചെയ്യാൻ നിലവിൽ വ്യവസ്ഥയുണ്ട്. കൺവെൻഷനുകൾക്കും കോൺഫറൻസുകൾക്കും വരുന്നവർക്കും ഈ സൗകര്യം ഉപയോഗപ്പെടുത്താമായിരുന്നു. ഇതിനു പുറമെയുള്ള ചില ഇളവുകൾ കൂടി വേണമെന്ന ആവശ്യമാണ് ടൂറിസം മന്ത്രിക്ക്. വിനോദസഞ്ചാര മേഖലയുടെ വികസനത്തിന് അനുഗുണമായ തരത്തിൽ മാറ്റങ്ങൾ വേണമെന്ന് വ്യവസായ മന്ത്രി P. രാജീവും നിലപാടെടുത്തു. കള്ളുഷാപ്പുകളുടെ ദൂരപരിധിയിലും സ്റ്റാർ ഹോട്ടലുകളിൽ കള്ളുചെത്തുന്നതിന് നൽകിയ അനുമതിയിലും കൂടുതൽ വ്യക്തത വേണമെന്നായിരുന്നു റവന്യൂ മന്ത്രി K. രാജന്റെ ആവശ്യം. 1-ാം തീയതിയിലെ ഡ്രൈഡേ ഒഴിവാക്കാൻ നേരത്തെ എക്സൈസ് വകുപ്പ് ആലോചിച്ചെങ്കിലും CPM ഇതിന് അനുമതി നൽകിയിട്ടില്ല. VV അരുൺ, ന്യൂസ് 18, തിരുവനന്തപുരം.
ബ്രൂവറി സ്വകാര്യ സർവകലാശാല റോഡുകളിലെ യൂസർ ഫീ വിവാദങ്ങൾക്കിടെ നിർണായകമായ ഇടതു മുന്നണി യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. ബജറ്റിൽ സംസ്ഥാനത്തെ അവഗണിച്ച കേന്ദ്ര സർക്കാരിനെതിരായ സമരപരിപാടികൾ തീരുമാനിക്കാനാണ് യോഗം. നയപരമായ കാര്യങ്ങളിൽ പോലും CPM ഏകപക്ഷീയമായി തീരുമാനമെടുക്കുന്നതിൽ ഘടകകക്ഷികൾക്കുള്ള അതൃപ്തി യോഗത്തിൽ പ്രതിഫലിച്ചേക്കും. NCP, RJD പാർട്ടികളിലെ ആഭ്യന്തര തർക്കങ്ങളും മുന്നണിക്ക് തലവേദനയാണ്. എന്നാൽ ഇക്കാര്യത്തിൽ മുന്നണി യോഗത്തിൽ കാര്യമായ ചർച്ചയ്ക്ക് സാധ്യതയില്ല. CPI ആസ്ഥാനമായ MN സ്മാരകത്തിലാണ് മുന്നണി യോഗം ചേരുക. കോഴിക്കോട് എരഞ്ഞിപ്പാലം ഹോളി ക്രോസ് കോളേജിലും റാഗിംഗ് ഉണ്ടെന്ന് പരാതി. കൂളിംഗ് ഗ്ലാസ് ധരിച്ചെത്തിയ 1ാം വർഷ വിദ്യാർത്ഥിയെയാണ് സീനിയർ വിദ്യാർത്ഥികൾ ക്രൂരമായി മർദ്ദിച്ചത്. 6 വിദ്യാർത്ഥികളെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ഇവർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ 14-നാണ് 1ാം വർഷ BBA വിദ്യാർത്ഥി ഒളവണ്ണ സ്വദേശി വിഷ്ണു റാഗിങ്ങിന് ഇരയായത്. 3ാം വർഷ വിദ്യാർത്ഥികളായ മുഹമ്മദ് സിനാൻ, ഗൗതം എന്നിവർക്കൊപ്പം മറ്റ് 4 വിദ്യാർത്ഥികൾ കൂടി ചേർന്നാണ് മർദ്ദിച്ചത്. വിദ്യാർത്ഥിയുടെ തലയ്ക്കും കാലിനും പരിക്കേറ്റു. കോളേജിലെ ആർട്സ് ഡേ ആഘോഷങ്ങൾക്ക് വിഷ്ണു കൂളിംഗ് ഗ്ലാസ് ധരിച്ചെത്തിയതാണ് സീനിയർ വിദ്യാർത്ഥികളെ പ്രകോപിപ്പിച്ചത്. കൂളിംഗ് ഗ്ലാസ് അഴിച്ചുമാറ്റിയ ശേഷം വിഷ്ണുവിനെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. കോളേജിൽ ആദ്യമായാണ് റാഗിംഗ് പരാതി ഉയരുന്നതെന്നും പരാതി ലഭിച്ച ഉടൻ തന്നെ ആരോപണ വിധേയരായ വിദ്യാർത്ഥികളെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതായും കോളേജ് അധികൃതർ അറിയിച്ചു. ആന്റി റാഗിംഗ് കമ്മിറ്റി നമ്മളെ CCTVയുടെ ഫുട്ടേജ് എല്ലാം കൃത്യമായിട്ട് പരിശോധിച്ചു. അപ്പോൾ അതിന്റെ വെളിച്ചത്തിലാണ് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനിയുള്ളത് ഇപ്പോൾ അവരുടെ കയ്യിലാണ്. കുട്ടികളിപ്പോൾ ക്യാമ്പസിലില്ല. വിദ്യാർത്ഥിയുടെ പരാതിയെ തുടർന്ന് നടക്കാവ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് 18 കോഴിക്കോട്. തിരുവനന്തപുരം കാര്യവട്ടം ഗവൺമെന്റ് കോളേജിലെ റാഗിങ്ങിൽ പുതിയ FIR രജിസ്റ്റർ ചെയ്തു. ബിൻസ് ജോൺസന്റെ പരാതിയിലാണ് കേസെടുത്തത്. 3ാം വർഷ വിദ്യാർത്ഥികളായ 7 പേരെ പ്രതി ചേർത്താണ് കേസ്. 7 പേരെയും നേരത്തെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു. പ്രിൻസിപ്പൽ നൽകിയ റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് പോലീസിന്റെ FIR. കോട്ടയം റാഗിംഗ് കേസിലെ പ്രതികളായ 5 പേരെയും പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. 2 ദിവസത്തേക്കാണ് പോലീസ് കസ്റ്റഡി. പ്രതികളെ കോളേജിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തും. പാതിവില തട്ടിപ്പ് കേസിൽ കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റിനെ ED ചോദ്യം ചെയ്യും. കൈവശമുള്ള തുകയെക്കുറിച്ച് ലാലി വിൻസെന്റ് EDക്ക് നൽകിയ വിശദീകരണത്തിൽ അവ്യക്തതകളുണ്ട്. 47 ലക്ഷം രൂപ വക്കീൽ ഫീസിനത്തിൽ കിട്ടിയതാണെന്ന ലാലി വിൻസെന്റിന്റെ വാദം ED വിശ്വാസത്തിലെടുത്തിട്ടില്ല. ഇടപാടിനെക്കുറിച്ചുള്ള സംശയങ്ങൾ ബലപ്പെട്ടതോടെ ലാലി വിൻസെന്റിന്റെ അക്കൗണ്ടിലെ 1,15 ലക്ഷം രൂപ ED മരവിപ്പിച്ചു. കോൺഗ്രസ് നേതാവും അഭിഭാഷകയുമായ ലാലി വിൻസെന്റിന്റെ മറൈൻ ഡ്രൈവിലെ ഫ്ളാറ്റിൽ ഇന്നലെ ED പരിശോധന നീണ്ടത് 12 മണിക്കൂറിലധികം. ബാങ്ക് സ്റ്റേറ്റ്മെന്റുകളും സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട മറ്റ് രേഖകളുമാണ് പ്രധാനമായും പരിശോധിച്ചത്. അനന്തുകൃഷ്ണനുമായി ലാലി വിൻസെന്റ് നടത്തിയത് 47 ലക്ഷം രൂപയുടെ ബാങ്ക് ഇടപാട്. ഇത് അഭിഭാഷക ഫീസെന്നും സേവനത്തിന് ലഭിച്ച തുകയെന്നും ലാലി വിൻസെന്റ് വാദിക്കുന്നുണ്ടെങ്കിലും നിരവധി ദുരൂഹതകൾ ബാക്കിയാണ്. എഗ്രിമെന്റ് തയ്യാറാക്കുന്നതിനുള്ള നിയമോപദേശത്തിന് ഇത്രയും ഫീസ് ആരെങ്കിലും നൽകുമോ? ഇത്രയും വലിയ തുക വക്കീൽ ഫീസായി വാങ്ങാൻ മാത്രം പ്രമുഖ അഭിഭാഷകയാണോ ലാലി വിൻസെന്റ്? 20ഓളം വലിയ കമ്പനികളുമായുള്ള എഗ്രിമെന്റ് ഡ്രാഫ്റ്റ് ചെയ്തു കൊടുത്തിട്ടും പ്രമുഖ അഭിഭാഷകയ്ക്ക് തട്ടിപ്പ് ബോധ്യപ്പെട്ടില്ലേ? ഈ ചോദ്യങ്ങൾക്കെല്ലാം വിശദീകരണം നൽകേണ്ടി വരും ലാലി വിൻസെന്റ്. അനന്തുകൃഷ്ണന്റെ 3 കമ്പനികൾക്കായി 3 കേസ് നടത്തിയിട്ടുണ്ടെന്ന് ലാലി വിൻസെന്റ് സമ്മതിച്ചു. തന്റെ കക്ഷിയെ തള്ളിപ്പറയില്ലെന്നും തന്നെ പറ്റിച്ചിട്ടില്ലെന്നും ലാലി വിൻസെന്റ് പറയുന്നതിലും പല സംശയങ്ങളും EDക്കുണ്ട്. ബാങ്ക് സ്റ്റേറ്റ്മെന്റുകളിൽ വിശദമായ അന്വേഷണത്തിന് ശേഷമാകും ചോദ്യം ചെയ്യൽ. ന്യൂസ് 18 കൊച്ചി. വയനാട് ചൂരൽമലയിൽ പൂർണ്ണമായും തകർന്ന പാലം പുനർനിർമ്മിക്കും. 35 കോടിയുടെ പദ്ധതിക്ക് സർക്കാർ അംഗീകാരം നൽകി. ചൂരൽമല ടൗണിൽ നിന്ന് മുണ്ടക്കൈ റോഡിലേക്ക് എത്തുന്ന രീതിയിലാണ് പാലം പണിയുക. ഇനിയൊരു അപകടമുണ്ടായാൽ അതിജീവിക്കാൻ ശേഷിയുള്ള വിധത്തിലായിരിക്കും പാലത്തിന്റെ നിർമ്മിതി. വെള്ളത്തിൽ തൂണുകൾ ഉണ്ടാവില്ല. 2 കരകളിലുമാകും പാലത്തിന്റെ അടിസ്ഥാനം. കഴിഞ്ഞ വർഷം ജൂലൈ 30-നാണ് ഉരുൾപൊട്ടലിനെ തുടർന്നുള്ള മലവെള്ളപ്പാച്ചിലിൽ പാലം ഒലിച്ചുപോയത്. കൊച്ചിയിൽ കാണാതായ 12 വയസ്സുകാരിയെ കണ്ടെത്തിയതിൽ നിർണായകമായത് ഞാറയ്ക്കൽ സ്വദേശിയായ ജോർജിന്റെ സമയോചിതമായ ഇടപെടലാണ്. രാത്രി ഏറെ വൈകി സൈക്കിളുമായി പോകുന്ന കുട്ടിയെ കണ്ട് സംശയം തോന്നിയാണ് ജോർജ് പോലീസിനെ വിവരമറിയിച്ചത്. സ്കൂളിൽ കൊണ്ടുപോയ ഫോൺ പിടിച്ചെടുത്തതും രക്ഷിതാക്കളെ അറിയിച്ചതും ഭയന്നാണ് വീട്ടിലേക്ക് മടങ്ങാതെ കുട്ടി സൈക്കിളിൽ പുറത്തേക്ക് പോയത്.
ആശങ്കയുടെ 6 മണിക്കൂറുകൾ. കാണാതായ 12 വയസ്സുകാരിയെ അന്വേഷിച്ച് കൊച്ചി നഗരത്തിലാകെ പോലീസും ബന്ധുക്കളും ചേർന്ന് തെരച്ചിൽ. ഒടുവിൽ 12 മണിയോടെ കൊച്ചി വല്ലാർപാടത്തു നിന്നും കുട്ടിയെ കണ്ടെത്തിയെന്ന ആശ്വാസ വാർത്ത. ഞാറയ്ക്കൽ സ്വദേശി ജോർജിന് തോന്നിയ സംശയമാണ് വഴിത്തിരിവായത്. റോഡിലൂടെ സൈക്കിൾ ചവിട്ടി വന്ന കുട്ടിയെ ജോർജ് തിരിച്ചറിഞ്ഞു. കാളമുക്ക് പാലം കഴിഞ്ഞ് അവിടുത്തെ ടേണവീട്ടിൽ നിന്ന് ഒരു 100 മീറ്റർ മാറി ഒരു കുട്ടി സൈക്കിൾ ഓടി വരുന്നത് ഞാൻ കണ്ടു. അതായത് കുട്ടി യൂണിഫോമിലായിരുന്നു. അപ്പോൾ പെട്ടെന്ന് അമ്മ പറഞ്ഞ കാര്യം ഞാൻ ഓർത്തു. അതേപോലെ ഒരു 11 മണി സമയത്ത് ഒരു കുട്ടി ഒരിക്കലും യൂണിഫോം ഇട്ട് സൈക്കിൾ ഓടി പോകില്ല, ഒറ്റയ്ക്ക് ഒരു പെൺകുട്ടി. ഞാൻ ബൈക്കിൽ നിന്ന് ഇറങ്ങി കുട്ടീനെ അവിടെ അടുത്ത് നിർത്തി. എന്നിട്ട് ഞാൻ മുളവാട് സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്ത് വിളിച്ച് പറഞ്ഞു, കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്ത്. അപ്പോൾ അവരെ കുട്ടിയുടെ പേര് പറഞ്ഞു, കുട്ടിയോട് ചോദിച്ച് കൺഫേം ചെയ്ത്. അപ്പോൾ അവർ പറഞ്ഞു കൊച്ചിനെ ഹോൾഡ് ചെയ്ത് നിർത്താൻ പറഞ്ഞു. അങ്ങനെ ഹോൾഡ് ചെയ്തിരുന്ന് പോലീസുകാർ വന്ന് കുട്ടിയെ അമ്മയ്ക്ക് അച്ഛൻ ഹാൻഡ് ഓവർ ചെയ്തത്. വൈകിട്ട് 5 മണിയോടെയാണ് കൊച്ചി സരസ്വതി വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിലെ 12ാം ക്ലാസ്സുകാരിയെ കാണാനില്ലെന്ന പരാതി പോലീസിന് ലഭിക്കുന്നത്. തുടർന്ന് നടത്തിയ പരിശോധനയിൽ സ്കൂൾ വിട്ട് സൈക്കിൾ ചവിട്ടി പോകുന്നതിന്റെ CCTV ദൃശ്യങ്ങളും ലഭിച്ചു. ബസ് ടെർമിനൽ, റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ്, അങ്ങനെ നഗരമാകെ അരിച്ചുപിറക്കി പോലീസ്. 12 മണിയോടെ വല്ലാർപാടത്തു നിന്നും കുട്ടിയെ കണ്ടെത്തി. അമ്മയുടെ ഫോണുമായാണ് ഇന്നലെ സ്കൂളിലെത്തിയത്. സ്കൂൾ അധികൃതർ ഇതേക്കുറിച്ച് ചോദിക്കുകയും ഫോൺ പിടിച്ചുവെക്കുകയും ചെയ്തു. വിവരം മാതാപിതാക്കളെ അറിയിച്ചു. അതിന്റെ മനോവിഷമത്തിലാണ് കുട്ടി വീട്ടിലെത്താതെ മാറി നിന്നത്. ന്യൂസ് 18 കൊച്ചി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആശാ വർക്കർമാർ സെക്രട്ടേറിയറ്റ് നടയിൽ നടത്തുന്ന സമരം 10ാം ദിവസത്തിലേക്ക് കടന്നു. പ്രതിഷേധക്കാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് VD സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ സമരവേദിയിലെത്തി. പ്രതിഷേധത്തിന്റെ ഭാഗമായി നാളെ സെക്രട്ടേറിയറ്റ് നടയിൽ ആശാ വർക്കർമാരുടെ മഹാസംഗമം നടക്കും. എരിയുന്ന വെയിലിലും ചോരാത്ത ആവേശവുമായാണ് ആശാ വർക്കർമാരുടെ സമരം 10 ദിവസം പിന്നിടുന്നത്. ഓണറേറിയം പ്രഖ്യാപിക്കുക, വിരമിക്കൽ പ്രായത്തിനൊപ്പം ആനുകൂല്യങ്ങളും പ്രഖ്യാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സെക്രട്ടേറിയറ്റ് നടയിലെ അനിശ്ചിതകാല സമരം പുരോഗമിക്കുന്നത്. കോവിഡ് കാലത്തെ ആശമാരുടെ പ്രവർത്തനം ലോകം അംഗീകരിച്ചതാണെന്നും സമരം അനാവശ്യമെന്ന് പറയുന്നതിൽ ന്യായമില്ലെന്നും സമരക്കാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് വേദിയിലെത്തിയ പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ലോകത്തൊരിടത്തും ഈ ആശാവർക്കർമാർ, നമ്മുടെ ആശാവർക്കർമാർ ചെയ്തതുപോലെ ഒരു ജോലി ആരും ചെയ്തിട്ടില്ല. അക്കാര്യത്തിൽ ആ കാലത്ത് ആളുകൾ പുറത്തിറങ്ങാൻ പേടിക്കുന്ന കാലത്താണ്, റോഡിലൊന്നും ഒരു മനുഷ്യനില്ലാത്ത കാലത്താണ് ഒറ്റയ്ക്ക് പോയി അല്ലെ ഓരോ വീടുകളിലും കയറി ഇറങ്ങി. എത്ര പേര് നമ്മുടെ കൂടെ ഇല്ല എന്നുണ്ടായിരുന്നു. രോഗം ബാധിച്ച് മരിച്ചവരുണ്ട്, ഈ കൂട്ടത്തിൽ രോഗബാധിതരായ ആളുകളുണ്ട്. അങ്ങനെ കഷ്ടപ്പെട്ട് വല്ലാതെ ജോലി ചെയ്യുമ്പോൾ അന്നുണ്ടായിരുന്ന അതേ ഓണറേറിയമാണ്. മുഖ്യമന്ത്രിയുമായും ആരോഗ്യ ധനകാര്യമന്ത്രിമാരുമായും വിഷയം പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ സംസാരിക്കുമെന്നും VD സതീശൻ വ്യക്തമാക്കി. ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ പ്രതിഷേധം ശക്തമായി തുടരാനാണ് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ തീരുമാനം. സമരക്കാർക്ക് പിന്തുണയുമായി പ്രതിപക്ഷ സംഘടനകൾ രംഗത്തെത്തുകയും സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്ന് ആശാ വർക്കർമാർ സമരപ്പന്തലിലേക്ക് എത്തുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ പ്രശ്നപരിഹാരം ഉടൻ സാധ്യമാക്കേണ്ട സമ്മർദ്ദത്തിലാണ് ആരോഗ്യവകുപ്പ്. ന്യൂസ് 18 തിരുവനന്തപുരം. PSC ചെയർമാൻ, അംഗങ്ങൾ എന്നിവരുടെ ശമ്പളവും ആനുകൂല്യങ്ങളും കൂട്ടി. മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. ചെയർമാന് ജില്ലാ ജഡ്ജിമാരുടെ സൂപ്പർ ടൈം സ്കെയിലിലെ പരമാവധി തുകയ്ക്കു തുല്യമായ ശമ്പളം കിട്ടും. PSC അംഗങ്ങൾക്ക് ജില്ലാ ജഡ്ജിമാരുടെ സെലക്ഷൻ ഗ്രേഡ് സ്കെയിലിലെ പരമാവധി തുകയ്ക്കുള്ള ശമ്പളമായിരിക്കും പുതുക്കിയത്. മറ്റ് സംസ്ഥാനങ്ങളിലെ PSC ചെയർമാന്റെയും അംഗങ്ങളുടെയും നിലവിലുള്ള സേവന വേതന വ്യവസ്ഥ ഉൾപ്പെടെ പരിഗണിച്ചാണ് തീരുമാനമെന്ന് സർക്കാർ അറിയിച്ചു. ഡൽഹി മുഖ്യമന്ത്രി ആരെന്ന് ഇന്നറിയാം. രാത്രി 7 മണിക്കാണ് BJP നിയമസഭാ കക്ഷി യോഗം. കേന്ദ്ര നിരീക്ഷകരുടെ സാന്നിധ്യത്തിലാണ് യോഗം ചേരുക. പർവേഷ് വർമ്മ, വിജേന്ദ്ര ഗുപ്ത, രേഖ ഗുപ്ത, ആശിഷ് സൂദ്, സതീഷ് ഉപാധ്യായ, ശിഖ റായ് തുടങ്ങിയവരാണ് പരിഗണനയിലുള്ളത്. നാളെ ഉച്ചയ്ക്ക് 12 മണിക്കാണ് BJP സർക്കാർ അധികാരമേൽക്കുക. സത്യപ്രതിജ്ഞയ്ക്കുള്ള ഒരുക്കങ്ങൾ രാംലീല മൈതാനത്ത് തുടരുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രിമാർ, BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ തുടങ്ങിയവർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കും. 30,000 പേർ ചടങ്ങിനെത്തുമെന്നാണ് BJP അവകാശപ്പെടുന്നത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി ഗ്യാനേഷ് കുമാർ ചുമതലയേറ്റു. 9 മണിയോടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തെത്തിയാണ് ചുമതലയേറ്റത്. രാഷ്ട്ര നിർമ്മാണത്തിന്റെ ആദ്യ പടി വോട്ടാണെന്നും 18 വയസ്സ് പൂർത്തിയായി എല്ലാവരും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കണമെന്നും ഗ്യാനേഷ് കുമാർ ആവശ്യപ്പെട്ടു. 2029 ജനുവരി 26 വരെയാണ് ഗ്യാനേഷ് കുമാറിന്റെ കാലാവധി.
അനധികൃത കുടിയേറ്റക്കാരെ വിലങ്ങ് വെച്ച് തന്നെ നാട് കടത്തുമെന്ന് ഉറപ്പിച്ച് അമേരിക്ക. ആളുകളെ വിലങ്ങ് വെച്ച് വിമാനത്തിൽ കയറ്റുന്ന ദൃശ്യങ്ങൾ ട്രംപിന്റെ ഓഫീസ് തന്നെ പുറത്തുവിട്ടു. ഗംഭീരമെന്ന് ഇലോൺ മസ്കും പ്രതികരിച്ചു. ചങ്ങലകളുടെ കൂട്ടം, ആളുകളെ വിലങ്ങ് വെക്കുന്ന ഉദ്യോഗസ്ഥൻ, കാലും കൈയും ബന്ധിക്കപ്പെട്ട് വിമാനത്തിലേക്ക് കയറുന്ന മനുഷ്യർ. വൈറ്റ് ഹൗസ് പുറത്തുവിട്ട 40 സെക്കൻഡ് ദൃശ്യങ്ങളിൽ ഇതൊക്കെയാണ്. വല്ലവനുമൊക്കെ രാജ്യത്ത് കടന്നുകൂടിയാൽ ഇതായിരിക്കും വിധിയെന്ന് ലോകത്തെ അറിയിക്കുകയാണ് ട്രംപ് ഭരണകൂടം. ആളുകളെ ചങ്ങലക്കിട്ട് കയറ്റി അയക്കുന്നതിനെതിരെ ഇന്ത്യയിലടക്കം പ്രതിഷേധം ഉയരുന്നതിനിടെയാണ് ഈ ദൃശ്യങ്ങൾ ട്രംപിന്റെ ഓഫീസ് തന്നെ പുറത്തുവിട്ടത്. ചങ്ങലക്കിട്ട് തന്നെയായിരിക്കും നാട് കടത്തുക എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ് അമേരിക്ക. അന്യഗ്രഹ ജീവികൾ എന്നർത്ഥം വരുന്ന ഏലിയൻ എന്ന വാക്കാണ് ദൃശ്യങ്ങൾക്ക് അടിക്കുറിപ്പായി ഉപയോഗിച്ചിരിക്കുന്നത്. സമാന സാഹചര്യങ്ങളെക്കുറിച്ചുള്ള രാഷ്ട്രീയ തർക്കങ്ങളിൽ ഇന്ത്യയിൽ ഇപ്പോൾ പ്രചാരത്തിലുള്ള ഹിന്ദി വാക്ക് ഖുസ്ബൈഠിയ എന്നാണ്. അതുപോലെ കുടിയേറ്റക്കാർക്കുള്ള പുതിയ വിശേഷണമായി ഏലിയനും മാറും. ഇന്ത്യൻ വിപണിയിലേക്ക് ടെസ്ല കാറുകളുമായി എത്താൻ അവസരം കാത്തിരിക്കുന്ന ഇലോൺ മസ്കും അവസരം പാഴാക്കിയില്ല. ഗംഭീരമെന്ന അടിക്കുറിപ്പോടെ ദൃശ്യങ്ങൾ പങ്കുവച്ചു. ഇതിനോടകം ഏതാണ്ട് 10 കോടി ആളുകൾ ഈ ദൃശ്യങ്ങൾ കണ്ടിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനില കൂടുതൽ ഗുരുതരമായി തുടരുകയാണ്. ബ്രോങ്കൈറ്റിസ് ബാധിച്ച് 5 ദിവസമായി റോമിലെ ജെമല്ലി ആശുപത്രിയിൽ ചികിത്സയിലാണ് മാർപ്പാപ്പ. മാർപ്പാപ്പയുടെ ശ്വാസകോശത്തിൽ ന്യൂമോണിയ ബാധിച്ചതായി വത്തിക്കാൻ അറിയിച്ചു. ഇതേ തുടർന്ന് പോപ്പിന്റെ ഈ ആഴ്ചത്തെ ഔദ്യോഗിക പരിപാടികളെല്ലാം റദ്ദാക്കിയിട്ടുണ്ട്. തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് മാർപ്പാപ്പ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ആശുപത്രിക്ക് മുന്നിൽ ആയിരങ്ങളാണ് പ്രാർത്ഥനകളുമായി തടിച്ചുകൂടിയിരിക്കുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് മാർപ്പാപ്പയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇടവേളയ്ക്ക് ശേഷം സകലമാന കേരളം ദിൽന ചേരും.